നമ്മൾ കേൾക്കുന്നത് വെറുമൊരു വാർത്തയല്ല, മറിച്ച് വരാനിരിക്കുന്ന ഒരു വലിയ സാമ്പത്തിക ഭൂകമ്പത്തിന്റെ സൂചനയാണ്. ഇത്രയും കാലം ലോകത്തെ നിയന്ത്രിച്ചിരുന്ന അമേരിക്കൻ ഡോളറും അവരുടെ കടപ്പത്രങ്ങളും വലിയൊരു തകർച്ചയുടെ വക്കിലാണെന്ന് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കൻ ട്രഷറി ബോണ്ടുകൾ വിറ്റഴിക്കാൻ തുടങ്ങുന്നു എന്ന വാർത്ത ആഗോള വിപണിയെ നെട്ടിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഫലം ലോകം ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു സാമ്പത്തിക മാന്ദ്യമായിരിക്കാം. പതിറ്റാണ്ടുകളായി ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപം എന്ന് കരുതിയിരുന്നത് അമേരിക്കൻ ഗവൺമെന്റ് ബോണ്ടുകളെയാണ്. ലോകത്ത് ഏത് രാജ്യത്തെ ബാങ്കുകൾക്കും പെൻഷൻ ഫണ്ടുകൾക്കും ഏറ്റവും വലിയ ആശ്രയമായിരുന്നു ഇത്. എവിടെ സാമ്പത്തിക പ്രതിസന്ധി വന്നാലും എല്ലാവരും ഓടിപ്പോയി നിക്ഷേപിച്ചിരുന്നത് US ട്രഷറികളിലായിരുന്നു. എന്നാൽ ആ വിശ്വാസമാണ് ഇപ്പോൾ പാടെ തകർന്നിരിക്കുന്നത്. വൻ ശക്തികൾ തമ്മിലുള്ള പോരു കാരണം ഈ ഉറച്ച അടിത്തറക്ക് വിള്ളൽ വീണിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന കാര്യങ്ങൾ ശരിക്കും അസാധാരണമാണ്. ഡെൻമാർക്കിലെ ഒരു പ്രമുഖ പെൻഷൻ ഫണ്ട്, അതായത് അവിടുത്തെ അധ്യാപകരുടെയും പ്രൊഫഷണലുകളുടെയും സമ്പാദ്യം കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം, തങ്ങളുടെ കൈവശമുള്ള മുഴുവൻ അമേരിക്കൻ കടപ്പത്രങ്ങളും വിറ്റഴിക്കാൻ തീരുമാനിച്ചു. ഇത് വരും ദിവസങ്ങളിൽ സംഭവിക്കാനിരിക്കുന്ന വലിയൊരു തകർച്ചയുടെ മുന്നോടിയാണ്. വെറുമൊരു നിക്ഷേപകനല്ല, മറിച്ച് വളരെ കരുതലോടെ നീങ്ങുന്ന ഒരു പെൻഷൻ ഫണ്ടാണ് ഈ കടുത്ത തീരുമാനമെടുത്തത് എന്നത് ഗൗരവകരമാണ്. ഈ പെൻഷൻ ഫണ്ട് ഇത്രയും വലിയൊരു തീരുമാനമെടുക്കാൻ കാരണം സാമ്പത്തികമായ ലാഭനഷ്ടങ്ങൾ മാത്രമല്ല. അവർ പറയുന്നത് അമേരിക്ക ഇനി വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു രാജ്യമല്ല എന്നാണ്. അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി ഒട്ടും സുരക്ഷിതമല്ലെന്നും അവരുടെ കടബാധ്യതകൾ താങ്ങാൻ കഴിയാത്ത വിധം വർദ്ധിച്ചിരിക്കുകയാണെന്നും അവർ തുറന്നടിച്ചു. ഒരു കാലത്ത് ലോകത്തിന്റെ നായകനായിരുന്ന രാജ്യത്തെക്കുറിച്ച് ഇത്തരമൊരു അഭിപ്രായം വരുന്നത് സാമ്പത്തിക ചരിത്രത്തിലെ വലിയൊരു നാഴികക്കല്ലാണ്. നമ്മുടെ ഭാരതം ഇന്ന് സാമ്പത്തികമായി എത്രത്തോളം മുന്നേറുന്നു എന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അമേരിക്ക പോലുള്ള വൻ ശക്തികൾ സ്വന്തം കടം വീട്ടാൻ കഴിയാതെ ഉഴയുമ്പോൾ നമ്മൾ അഭിമാനത്തോടെ സ്വന്തം കാലിൽ നിൽക്കുന്നു. ഭാരതം ഇന്ന് ലോകത്തിന് വഴികാട്ടിയാണ്. മറ്റു രാജ്യങ്ങൾ തകരുമ്പോൾ നമ്മൾ നമ്മുടെ വിഭവങ്ങളിലും ജനതയിലും വിശ്വസിച്ച് മുന്നേറുകയാണ്. ഈ ആത്മവിശ്വാസമാണ് ഏതൊരു രാജ്യത്തിന്റെയും യഥാർത്ഥ കരുത്ത് എന്ന് ഇപ്പോൾ ലോകം തിരിച്ചറിയുന്നു. അമേരിക്കൻ ഫെഡറൽ റിസർവ് എന്ന സെൻട്രൽ ബാങ്കിന് പോലും ഇപ്പോൾ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. രാഷ്ട്രീയമായ ഇടപെടലുകൾ കാരണം അവരുടെ വിശ്വസ്തത പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ട്രംപ് ഭരണകൂടം കൊണ്ടുവരുന്ന പുതിയ നയങ്ങളും വാണിജ്യ യുദ്ധങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ഫലം അവർ ഡോളറിനെ കൈവിടുന്നു എന്നതാണ്. ഡോളർ തകർന്നാൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ പതനം പൂർണ്ണമാകും. ഗ്രീൻലാൻഡ് എന്ന സ്ഥലത്തിന് വേണ്ടി ട്രംപ് നടത്തുന്ന നീക്കങ്ങളാണ് ഡെൻമാർക്കുമായുള്ള ബന്ധം വഷളാക്കിയത്. ഒരു സ്വതന്ത്ര പ്രദേശത്തെ സ്വന്തമാക്കാൻ അമേരിക്ക കാണിക്കുന്ന വാശി അന്താരാഷ്ട്ര മര്യാദകളുടെ ലംഘനമാണ്. ഇതിനു പകരമായി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേൽ വലിയ നികുതികൾ ഏർപ്പെടുത്തുമെന്ന് ഭീഷണി കൂടി വന്നതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. മിത്രങ്ങൾ ശത്രുക്കളായി മാറുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആഗോള വിപണിയിൽ ഏകദേശം 3.6 ട്രില്യൺ ഡോളറിന്റെ അമേരിക്കൻ ബോണ്ടുകൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ കൈവശമുണ്ട്. അതായത് വിദേശ രാജ്യങ്ങളുടെ കൈവശമുള്ള മൊത്തം ബോണ്ടുകളുടെ 40% യൂറോപ്പിലാണ്. അവരിത് വിറ്റഴിക്കാൻ തുടങ്ങിയാൽ അമേരിക്കയിലെ പലിശ നിരക്കുകൾ ആകാശത്തോളം ഉയരും. സാധാരണക്കാരന്റെ ഭവന വായ്പകളും മറ്റു ലോണുകളും തിരിച്ചടക്കാൻ കഴിയാത്ത വിധം വർദ്ധിക്കും. ഇത് അമേരിക്കയെ ആഭ്യന്തരമായി തകർക്കും. ജപ്പാനിലെ ബോണ്ട് മാർക്കറ്റിലും ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ജപ്പാനിലെ പലിശ നിരക്കുകൾ 40 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലായി. ഇതിന്റെ ഫലമായി ജപ്പാനിലെ വലിയ നിക്ഷേപകർ അമേരിക്കയിൽ നിന്ന് തങ്ങളുടെ പണം തിരികെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ജപ്പാൻ കഴിഞ്ഞാൽ അമേരിക്കയുടെ ഏറ്റവും വലിയ കടപ്പത്ര ഉടമകൾ യൂറോപ്പാണ്. എല്ലാവരും ഒരേ സമയം പണം പിൻവലിച്ചാൽ ആര് അമേരിക്കയെ രക്ഷിക്കും? നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചു നോക്കൂ. അമേരിക്ക ഇന്ന് ലോകത്തിന്റെ പേടി സ്വപ്നമായി മാറുകയാണ്. സുരക്ഷിതമായ ഒരു നിക്ഷേപ കേന്ദ്രം എന്നതിൽ നിന്ന് അവർ അസ്ഥിരതയുടെ കേന്ദ്രമായി മാറി. ഡോളറിന്റെ മൂല്യം കഴിഞ്ഞ ആഴ്ചകളിൽ വലിയ രീതിയിൽ ഇടിഞ്ഞു. നിക്ഷേപകർക്ക് ഡോളറിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ പകരം ഏത് കറൻസി വരുമെന്നത് വലിയൊരു ചോദ്യമാണ്. ഒരുപക്ഷെ നമ്മുടെ രൂപക്ക് പോലും അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കാൻ ഇത് കാരണമായേക്കാം. ഭാരതീയൻ എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാം. കാരണം ലോകം മുഴുവനും ഒരു വലിയ കുഴിയിലേക്ക് വീഴുമ്പോഴും നമ്മൾ സുരക്ഷിതമാണ്. നമ്മുടെ ബാങ്കിംഗ് വ്യവസ്ഥയും സാമ്പത്തിക നയങ്ങളും അത്രത്തോളം കരുത്തുറ്റതാണ്. വിദേശ രാജ്യങ്ങളെ അന്ധമായി വിശ്വസിക്കാതെ സ്വന്തം വിപണിയെ ശക്തിപ്പെടുത്തിയ ഭാരതത്തിന്റെ ദീർഘവീക്ഷണം ഇന്ന് ഫലം കാണുന്നു.
മാറുന്നു. നമ്മൾ ഇന്ന് മറ്റുള്ളവർക്ക് മാതൃകയാണ്. യൂറോപ്പിലെ സമ്പദ് വ്യവസ്ഥകൾ ഇപ്പോൾ തന്നെ വലിയ തകർച്ചയിലാണ്. ജർമ്മനി പോലുള്ള വ്യവസായിക രാജ്യങ്ങൾ പോലും കടുത്ത പ്രതിസന്ധി നേരിടുന്നു. എന്നിട്ടും അവർ അമേരിക്കൻ ബോണ്ടുകൾ വിൽക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അമേരിക്കയുമായുള്ള ബന്ധം അത്രത്തോളം വഷളായി എന്നാണ്. സ്വന്തം നിലനിൽപ്പിനായി അവർക്ക് ഡോളറിനെ ഉപേക്ഷിക്കേണ്ടി വരും. ഇതൊരു വലിയ രാഷ്ട്രീയ കളിയാണ്. അമേരിക്കൻ ഗവൺമെന്റ് ഉടനെ ഒരു വലിയ ലേലം നടത്തുന്നുണ്ട്. നിക്ഷേപകർക്ക് ഇനിയും അമേരിക്കൻ കടപ്പത്രങ്ങൾ വാങ്ങാൻ താല്പര്യമുണ്ടോ എന്ന് ഈ ലേലത്തിലൂടെ അറിയാം. ഇതിൽ ആവശ്യക്കാർ കുറവാണെങ്കിൽ അത് അമേരിക്കക്ക് കിട്ടുന്ന അവസാനത്തെ താക്കീതായിരിക്കും. ലോകം ഇപ്പോൾ അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. ആരും ഇനി അന്ധമായി പണം നിക്ഷേപിക്കില്ല. കടം വാങ്ങി ജീവിക്കുന്ന ഒരു രാജ്യത്തിന് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും? അമേരിക്കൻ കടം ഇന്ന് സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ഈ കടം വിട്ടാൻ അവർ കൂടുതൽ ഡോളറുകൾ അച്ചടിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് പണപ്പെരുപ്പത്തിന് കാരണമാവുകയും ഡോളറിന്റെ വാങ്ങൽ ശേഷി കുറയ്ക്കുകയും ചെയ്യുന്നു. അമേരിക്കയിലെ സാധാരണക്കാരായ ജനങ്ങൾ ഇതിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. നിക്ഷേപകർ ഇപ്പോൾ ചിന്തിക്കുന്നത് ലാഭത്തെക്കുറിച്ചല്ല, മറിച്ച് തങ്ങളുടെ മൂലധനം എങ്ങനെ സുരക്ഷിതമായി നിലനിർത്താം എന്നതിനെ കുറിച്ചാണ്. അമേരിക്കൻ ട്രഷറികൾ ഇനി റിസ്ക് ഫ്രീ അല്ല എന്ന് ഒരു യൂറോപ്യൻ പെൻഷൻ ഫണ്ട് പറയുമ്പോൾ അത് ലോകം മുഴുവനും ഏറ്റെടുക്കും. ഒരു വലിയ മാറ്റത്തിന്റെ കാഹളം മുഴുങ്ങിക്കഴിഞ്ഞു. ആഗോള വിപണിയിലെ ഈ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിലെ ഓഹരി വിപണിയെയും ബാധിച്ചേക്കാം. എന്നാൽ ഭയപ്പെടേണ്ടതില്ല. കാരണം നമ്മൾ ശക്തമായ അടിത്തറയിലാണ് നിൽക്കുന്നത്. അമേരിക്കയുടെ പതനം ഒരുപക്ഷെ ഏഷ്യൻ രാജ്യങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായേക്കാം. ലോകത്തിന്റെ സാമ്പത്തിക കേന്ദ്രം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. രാഷ്ട്രീയവും സാമ്പത്തികവും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധമാണ് ഇവിടെ തെളിയുന്നത്. ട്രംപിന്റെ നയങ്ങൾ അമേരിക്കയെ ഒറ്റപ്പെടുത്തുകയാണ്. സ്വന്തം സഖ്യകക്ഷികളെ പോലും ശത്രുക്കളാക്കുന്ന ഇത്തരം നിലപാടുകൾ അമേരിക്കയെ സാമ്പത്തികമായി ദരിദ്രരാക്കും. ലോകത്തിന് ഇനി ഒരു പോലീസുകാരന്റെ ആവശ്യമില്ല, മറിച്ച് തുല്യമായ പങ്കാളിത്തമാണ് വേണ്ടത്. സ്വയം പര്യാപ്തമായ ഭാരതം എന്നത് വെറുമൊരു വാക്കല്ലെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നില്ലേ? ലോകം പ്രതിസന്ധിയിലാകുമ്പോൾ നമ്മൾ നമ്മുടെ വിഭവങ്ങൾ കൊണ്ട് അതിജീവിക്കും. വിദേശ കറൻസികളെ മാത്രം ആശ്രയിക്കാതെ സ്വന്തം ഉൽപാദനവും വിപണിയും വർദ്ധിപ്പിക്കുക എന്നതാണ് ഏക പോംവഴി. നമ്മൾ ആ പാതയിലാണ്. വരും മാസങ്ങൾ സാമ്പത്തിക ലോകത്ത് നിർണായകരമാണ്. അമേരിക്കൻ ഡോളർ തകരുമോ അതോ അവർ ഈ പ്രതിസന്ധിയെ മറികടക്കുമോ എന്ന് കണ്ടറിയണം. നിക്ഷേപകരുടെ മനസ്സിൽ വീണ സംശയത്തിന്റെ വിത്ത് വലിയൊരു ആൽമരമായി വളർന്നു കഴിഞ്ഞു. വിശ്വാസം ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു പിടിക്കാൻ പ്രയാസമാണ്. ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ലോകം മാറുകയാണ്. ആ മാറ്റത്തിനോടൊപ്പം നമ്മളും സഞ്ചരിക്കണം. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ അസ്തമയം നമ്മൾ കാണുകയാണ്. ഭാരതത്തിന്റെ ഉദയവും. നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ കാവൽക്കാരനാണ് RBI. ലോകം മുഴുവനും സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉലയുമ്പോഴും ഭാരതത്തിന്റെ കപ്പൽ സുരക്ഷിതമായി തുഴയാൻ നമുക്ക് കരുത്തുറ്റ ഒരു സംവിധാനമുണ്ട്. മറ്റു രാജ്യങ്ങൾ ഡോളറിന്റെ തകർച്ചയിൽ പേടിക്കുമ്പോൾ ഇന്ത്യ വളരെ തന്ത്രപരമായാണ് നീങ്ങുന്നത്. രൂപയുടെ അന്താരാഷ്ട്രവൽക്കരണം വഴി മറ്റു രാജ്യങ്ങളുമായി നേരിട്ട് രൂപയിൽ വ്യാപാരം നടത്താനും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇത് ഡോളറിന് മേലുള്ള നമ്മുടെ ആശ്രയത്വം കുറയ്ക്കുമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റായി എഴുതുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി മറ്റു പല ഗ്രൂപ്പുകളിലും വാട്സപ്പ്, ടെലിഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യാൻ മറക്കരുത്.